അതാണ് നമ്മൾ വന്ന വഴി അല്ലേ? കാണാൻ രസമുണ്ട്. വീഴാണ്, ഒരുമിച്ച് വീഴും. ഇതാണ് ഇല്ലിക്കല്ല്, ഇതാണ് ഇല്ലിക്കല്ലെന്ന് ഈ വ്യൂ കണ്ടിട്ട് പൊക്കോളാനാണ് ഞാൻ കൊണ്ടുവന്ന്. എന്നെ കുത്താനായിട്ട് ട്രൈ ചെയ്യുന്നു. കാറ്റ്. മഴ സമയ സഞ്ചാരികൾ. ഹലോ, വെൽക്കം ബാക്ക് എവരിവൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചെറിയൊരു ട്രക്കിംഗ് ആണ്. വലിയ ഡിസ്റ്റൻസിലൊന്നുമല്ല. നമ്മൾ എങ്ങോട്ടാണ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഞാൻ എന്തിനാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു, കുറച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വോയിസ് ഓവർ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും, കുറച്ചും കൂടെ എൻഗേജിങ് ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് വോയിസ് ഓവർ ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുകളുണ്ട്. അതങ്ങോട്ട് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇപ്പോൾ സമയം 6:40 പറ. താഴെ പോയിട്ട് കാരണം ഇവിടുത്തെ കയറണം, താഴെ പോയിട്ട് കാരണം ഇവിടുത്തെ കയറണം. കയറിക്കും, വീഴാണ്, ഒരുമിച്ച് വീഴും. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ തീക്കോയ് റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റൂട്ടിലായിരിക്കും ഏകദേശം ഒരു 5-6 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വഴി തെറ്റിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ ലൈനർ കയറുന്നുണ്ട്. അതിന് ബ്രേക്ക് കിട്ടത്തില്ല, അതിന് ബ്രേക്ക് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ട്. നമുക്ക് തീക്കോയ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇടയ്ക്കൊരു ഡീവിയേഷൻ മിസ്സായി പോയതുകൊണ്ട് നമ്മൾ ഒരു 8 കിലോമീറ്റർ വെറുതെ ഒരാവശ്യമില്ലാതെ നമ്മൾ വാഗമൺ റൂട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ആ വഴി. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇല്ലിക്കല്ലേ, നേരെ നമുക്ക് ഇങ്ങോട്ടല്ലേ. റോഡ് കെട്ടിയില്ലേ, റോഡ് ഇരിയാണ് മറ്റേ അന്ന് നമ്മൾ കയറിയ. ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു മണ്ടം പറയായിരുന്നു, ഇതാണ് ഇല്ലിക്കല്ല്, ഇതാണ് ഇല്ലിക്കല്ലെന്ന്. ഇവിടെ നിന്ന് ഈ വ്യൂ കണ്ടിട്ട് പൊക്കോളാനാണ്. ക്ലൗഡ് ബെഡ് പോലെ തന്നെ അല്ലേ. ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡാണ്.
ഒരു രക്ഷയില്ല. വാവ് ക്ലൗഡ് കയറി വരുന്നുണ്ടോ? മിസ്റ്റ്, ഫോഗ്. നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നുള്ളൂ. മാറ്റൻ്റെ ഓരോ ലോജിക്കുകൾ. ഇല്ലിക്കല്ല് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക്കും നിരോധിത വസ്തുക്കളും ഇറങ്ങിപ്പോകേണ്ടതാണ്. എല്ലാം വായിച്ചല്ലോ. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നവർ വേസ്റ്റുകൾ തിരിച്ചു കൊണ്ടുപോകണം. ചലോ. ചെറിയ വ്യൂണ്ട്. ട്രക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ട്രക്കിംഗ് ഷൂ ഉണ്ടെങ്കിൽ അല്ല. യെസ്, 2 ഡൈവേർഷൻ ഇത് തന്നെ ആയിരിക്കുമല്ലേ. അതാണ് നമ്മൾ വന്ന വഴി അല്ലേ? കാണാൻ രസമുണ്ട് അല്ലേ? നല്ല വ്യൂ. പതിക്കറിയാം മതി, സമയമുണ്ടല്ലോ. 10 വീട്ടിൽ ഇപ്പോഴേ ഇറങ്ങണം. അമ്മേ, ഈ കല്ല് കയറി നിൽക്കാൻ പറ്റുമോ? വാവ്, എന്തൊക്കെയോ എവിടേക്കൊക്കെയോ അങ്ങ് ദൂരെ എന്തെല്ലാമോ കാണാം. വന്ന വഴി സൂപ്പറായല്ലോ. ഒരു തേനീച്ച എന്നെ കുത്താനായിട്ട് ട്രൈ ചെയ്യുന്നു. പറന്ന് പോയാൽ മതിയായിരുന്നു. എൻ്റെ തേനീച്ച എടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? എൻ്റെ കയ്യിൽ തേനീച്ച വന്നിരുന്നടാ. അതാണ് നമുക്ക് ഇനി സ്ഥലം സ്റ്റീപ്പ് ഉണ്ടോന്നല്ലേ? അവിടെ മഴ ഏകദേശം അവിടെ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കാറ്റ്, ഭയങ്കര കാറ്റ്. ചലോ. താഴെ ആൾക്കാർ കയറി ഇതിൻ്റെ അകത്ത് കാണാമോ? കണ്ണുകൊണ്ട് കാണാം, ഇതിൻ്റെ അകത്ത് കാണാമെന്ന് അറിയത്തില്ല. കുറച്ച് ടാസ്ക് ആണെന്നാണ് തോന്നുന്നത്, കാരണം വഴിയില്ല. പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ വഴുക്കലുണ്ടേ.
വഴുക്കലുണ്ട്. ഇങ്ങനെ പോകും വഴിയുള്ളിടത്തോടെ പോകും, അതായിരിക്കും എളുപ്പം. നല്ല കാറ്റുണ്ട്. വലിയ സൈഡൊന്നും എല്ലാം തോന്നുന്നു. ഈ ബീച്ച് മറ്റേ 4 ബീച്ചില്ലേ, 4 ബീച്ചിൽ കൂടെ ട്രക്ക് ചെയ്തു പോയിട്ട് ക്ലൈമ്പിങ് എക്യുപ്മെൻറ്റ് വേണോ? എല്ലാം പിടിച്ച് കയറിപ്പോയാൽ നല്ല സ്റ്റീപ്പാണല്ലോ ഇവിടെ. എൻ്റെ അമ്മേ, കണ്ട ഇറങ്ങി പോകുന്ന കയറി വരുന്നതുണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ വേവ് പോലെ ഇങ്ങനെ അടിക്കുന്നത് നല്ല രസമാണ്. ഇതിൻ്റെ കുഞ്ഞു സ്ക്രീൻ അറിയുന്നില്ല. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സ്ഥലം ടാസ്ക്കാന്ന് തോന്നുന്നു. മറിക്ക് കിടിലം വ്യൂ അല്ലേ. ഇന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പാറക്കട വലിഞ്ഞ് കയറാനായിരിക്കും. ഹൈക്കിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് കട്ട് വേണ്ട, ഇതുവഴി ഇറങ്ങിപ്പോ. കമോൺ, ഇതുവഴി മരത്തേക്കട വേണമെങ്കിൽ ഇറങ്ങാം. ചടിക്കോ? ഇങ്ങോട്ടുള്ള ക്ലൈംബ് നേരെ വീട്ടിൽ പോകാനുള്ള. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാകത്തുള്ളൂ. അയ്യോ വാവ്, ഓഹ് ഇല്ലിക്കല്ല്, അതാണ് ഇല്ലിക്കല്ല്, അതെനിക്കറിയാം. അയ്യോ, നേരെ കുഴിയിലോട്ട് ചാടിയത്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ കയറാൻ ടാസ്കാ അല്ലേ? ഇടും സൂപ്പർ വ്യൂ, സൂപ്പർ വ്യൂ. ഹാ, ഇല്ലിക്കല്ല്. പാറയില്ലല്ലേ, പാറ എന്ന് പറഞ്ഞാൽ വലിയ കല്ലുണ്ട്. നമ്മൾ എത്തിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതിൻ്റെ മണ്ട കയറാൻ പറ്റുമോ? ആ റോഡ് അല്ല, അതിൻ്റെ മണ്ടല്ല, അവിടെ റോഡ് കിടക്കുന്നതുണ്ടോ? ഈ രണ്ടാമത്തെ അതിൻ്റെ ഇപ്പുറത്തെ പീക്ക്.
കേട്ടോ, നമ്മൾ കയറിയിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാണ് ഇല്ലിക്കല്ല്. ഈ ഒരു ശ്രീനിവാസൻ വാസം തന്നെ. അതാണ് ഇല്ലിക്കൽ കാണത്തില്ല ക്യാമറയിൽ. ഇല്ലിക്കൽ ക്യാമറ കാണത്തില്ല, ഭയങ്കര ചെറുതാണ്. വിസിബിലിറ്റി ശരിക്കും കൂടിയിട്ടുണ്ട്. നമ്മളിന്ന് വലിയ മഴയില്ല, വലിയ വെയിലും ഇല്ല. ഇതിൽ ക്ലൗഡ്സ് ആണ്. ഇതെവിടെ നിൽക്കുന്ന അവിടെ ഉറപ്പായിട്ടും മഴ പെയ്യും. ഇവിടെ ഫോഗ് വരുന്നടാ ഈ സൈഡ്, കണ്ടോ? ഇത് കാണാവോ? അവർ നിൽക്കുന്നത് ശരിക്കും ഈ സൈഡ് ഫോഗും ഈ സൈഡ് വെയിലും അവിടെ മഴയും ഇടും. ചത്തോ? എണീറ്റ് പോവാ ഇവിടുന്ന്. ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഓ എൻ്റെ പോലെ. എണീക്കണം. പേരാ പേര് പേര് ദിസ് ഇസ് ദ ക്ലൈംബ്. പോട്ടെ ഇത് ഒരു പൊടിയുടെ കുറവാണല്ലേ? യെസ്. ഓ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ എത്താൻ പറ്റുമെന്ന്. അവിടെ എത്താൻ പറ്റും, അവിടെ ആളുകൾ എത്തി നിൽക്കുന്നു. ഇതാണ് പൊക്കമുള്ളത്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് എന്താണ് കാര്യം? പിന്നെ ഇതാരായിരിക്കും ഇവിടെ? മറ്റേ കയ്യിലോട്ട് ആണോ? ഇത് വീഴുവോ? വെച്ച് പറഞ്ഞു കേട്ടോ. ഇത് ഞാൻ കയറും തോറും വ്യൂ ഭയങ്കര സൂപ്പറായിട്ടാണ് വരുന്നത്. നമ്മൾ വന്ന വഴി അങ്ങ് ദൂരെ കണ്ടോ? വണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? വണ്ടി ശരം കയറ്റിയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കാണത്തില്ല. എല്ലാവരും കാണാമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ മണ്ടയിലോട്ട് കയറാം. എടാ അങ്ങോട്ട് ഇതുവഴി പോകാൻ പറ്റത്തില്ല. അതാണ് ഇല്ലിക്കൽ വ്യൂ പോയിന്റ് ആണോ? ആ ദൂരെ കാണുന്നത് ആ ഒരു സ്ട്രിപ്പിൽ ആൾക്കാർ നിൽക്കുന്നതാണ്.
വ്യൂ കിട്ടും. സെൻറ് മേരീസ് ചർച്ചിൻ്റെ സ്ഥലമാണത്. ഫോഗ് വരുന്നു. ഫോഗ് ഇതാണ് നരകപാത. ഇതല്ലേ ഈ സൈഡ് ഫുള്ള് കോട വരും. ഈ സൈഡ് കോട വരും. വഴിയൊക്കെ നോക്കണം. വെറുതെ പക്ഷെ നമ്മളെ തെന്നിക്കിടന്ന് അവിടെ ഇറങ്ങാൻ സ്ഥലം ടാസ്ക് ആയിരിക്കും. ഇതിന് മുന്നേ ഇതിലിറങ്ങി അയ്യോ അതുവഴി ഇറങ്ങണോ? അതായിരുന്നു കറക്റ്റ്. കൈ വെക്കണ്ട. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു.
സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ തിരിച്ച് മാത്താം. ഒരു പ്രാവശ്യം പോകാനുള്ളതുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ ഒറ്റ പ്രാവശ്യം പോകാനുള്ളൂ. ചെറിയൊരു എനർജി അത്രേ ഉള്ളൂ. പക്ഷേ നല്ല ഗ്രിപ്പുള്ള ഒരു ഷൂവും വേണം, കുറച്ച് വെള്ളവും, ഇത് രണ്ടും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മൾ വെള്ളം കുടിച്ചില്ല, വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വ്യൂ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ തിരിച്ചെത്തി. തിരക്കില്ലെന്നുള്ളതാണ് വേറെ. തിരക്ക് ഒത്തിരി ഇല്ലാത്തതാണ് നല്ലത്. നമ്മൾ ഇന്ന് വന്നതിന് തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇന്ന് സാറ്റർഡേ അല്ലേ? ചേച്ചി എന്ത് കഴിക്കാണല്ലേ? ബ്രെഡ് ഓംലെറ്റ് പറയട്ടെ? 2 ബ്രെഡ് ഓംലെറ്റ്. എൻ്റെ ലാപ്ടോപ്പിൽ